റാം പ്രിയയെയും കൊണ്ട് അവൻ്റെ ഫ്ലാറ്റിലേക്കാണ് പോയത്. ഡി എന്തോ ചിന്തിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന പ്രിയയെ കണ്ട് റാം വിളിച്ചു. എന്താണോ, തനിക്ക് സൗണ്ട് കുറച്ച് വിളിച്ചാൽ പോരെ, എനിക്ക് കേൾക്കും. തന്നെ പോലെ ചെവിക്ക് കേൾവിക്കുറവൊന്നുമില്ല. അവനെ നോക്കി ഒരു പുച്ഛത്തോടെ പ്രിയ പറഞ്ഞു. ഡി നിന്നെ ഞാനുണ്ടല്ലോ. അതും പറഞ്ഞ് റാം പല്ല് കടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. നീ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ നോക്ക്. അല്ല, വണ്ടിയിൽ തന്നെ ഇരിക്കാനാണ് പ്ലാനെങ്കിൽ ഇരുന്നോ, നോ പ്രോബ്ലം. അതും പറഞ്ഞ് റാം കാറിൽ നിന്ന് ഇറങ്ങി. പ്രിയ അവൻ പറഞ്ഞത് കേട്ട് ദേഷ്യത്തോടെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് അവൾക്കത് ഫ്ലാറ്റാണ് എന്ന് മനസ്സിലായത്. ഡോ ലിഫ്റ്റിനടുത്തേക്ക് നടന്നു പോകുന്ന റാമിനെ നോക്കി പ്രിയ വിളിച്ചു. എന്താടി നിനക്ക് വേണ്ടത്? അല്ല, എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അവൾ സംശയത്തോടെ ചോദിച്ചു. നിന്നെയോ? അതും പറഞ്ഞ് അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് അവളുടെ ചെവിയോരം ചേർന്ന് നിന്ന് പറഞ്ഞു. നിന്നെ ഒന്ന് ശരിക്ക് സ്നേഹിക്കാൻ, എല്ലാ അർത്ഥത്തിലും. എന്താ, നിനക്ക് താല്പര്യമില്ലേ? അവൻ്റെ സംസാരം കേട്ടതും അവളുടെ ശരീരം ഒന്ന് വിറച്ചു. അവൻ അവളിൽ നിന്ന് കുറച്ചു മാറി നിന്ന്, വാടി നമുക്ക് സ്നേഹിക്കാടി. അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് റാം പറഞ്ഞു. താൻ പോടോ. താൻ അത് പറഞ്ഞാൽ ഞാൻ പേടിക്കുമെന്ന് കരുതിയോ? എന്നാലേ ചെകുത്താനെ ഒരു കാര്യം ചെവി തുറന്ന് കേട്ടോ. ഈ ലോകത്ത് എനിക്ക് ശ്രീറാം എന്ന ചെകുത്താനെ മാത്രമേ വിശ്വാസമുള്ളൂ. അവനെ നോക്കി അവളത് പറഞ്ഞതും റാം കിളിവാറി അവളെ ഒന്ന് നോക്കിപ്പോയി. കാരണം അവളെ ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ അതും അഹങ്കാരിയെ ഒടിച്ചു മടക്കി കുപ്പിയിലാക്കി തന്നു. റാം ചമ്മൽ മറച്ചുകൊണ്ട് അവളോട് വീണ്ടും ദേഷ്യപ്പെട്ടു. ഡി പുല്ല്, പോരുന്നുണ്ടേ വാ, ഞാൻ പോവാണ്. അതും പറഞ്ഞ് റാം സ്പീഡിൽ ലിഫ്റ്റിലേക്ക് പോയി കയറി. പ്രിയ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ പുറകെയും. ലിഫ്റ്റിൽ നിന്നിറങ്ങി അവൻ്റെ ഫ്ലാറ്റ് ലക്ഷ്യം വെച്ച് നടന്നു. പുറകെ അവളും. ഉള്ളിലേക്ക് പ്രിയ മടിച്ചാണ് കയറിയത്. അവൾക്ക് എന്തോ പോലെ. ഈ രാത്രി ഒരാളിൻ്റെ കൂടെ. ഈശ്വര, എൻ്റെ ജീവിതം എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്? നീ തന്നെ കാത്തോളണേ. അവൾ മനസ്സാലെ പ്രാർത്ഥിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അവൾക്ക് അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. റാം പിന്നെ അവളെ നോക്കാതെ അവൻ്റെ റൂമിലേക്ക് പോയി. പ്രിയ അവിടെ ചുറ്റുമൊന്ന് നോക്കി. നല്ല ക്ലീനാണ് എല്ലായിടവും. 2 റൂമാണുള്ളത്, ഓപ്പൺ കിച്ചൺ, അങ്ങനെ എല്ലാം കൊണ്ടും സൂപ്പർ. പക്ഷേ താനിവിടെ? അതിനു മാത്രം അവൾക്ക് ഉത്തരവില്ല. അവൾ എന്തൊക്കെയോ ഓർത്ത് അവിടെ കണ്ട സോഫയിലേക്ക് ഇരുന്നു. റൂമിലേക്ക് പോയ റാം അപ്പോഴും അവൾ താഴെ നിന്നു പറഞ്ഞ വാക്കിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാലും അവൾ എന്താ അങ്ങനെ പറഞ്ഞത്? അവൾക്കെന്താ എന്നെ പേടിയില്ലാത്തത്? ഞാൻ അവളെ ചേർത്ത് പിടിച്ചപ്പോഴും അവൾ പേടിയല്ല, ഞാൻ കണ്ടത് മറ്റെന്തോ ആണ്. പക്ഷേ അത് എന്താണെന്ന് മാത്രം മനസ്സിലായില്ല. എനിക്കവളെ ഇഷ്ടമാണോ? നോ, ഒരിക്കലുമില്ല. എനിക്ക് അവളോടൊരു ഇഷ്ടവുമില്ല. നാളെ തന്നെ അവളെ പറഞ്ഞു വിടണം, അല്ലെങ്കിൽ ശരിയാവില്ല. അത് പറഞ്ഞ് അവൻ പുറത്തേക്ക് വന്നു. അപ്പോഴാണ് സോഫയിൽ ചാഞ്ഞു കിടക്കുന്ന പ്രിയയെ അവൻ കണ്ടത്. ഡി റാമിൻ്റെ ഉച്ചത്തിലുള്ള വിളിയിൽ അവൾ ഞെട്ടിക്കൊണ്ട് സോഫയിൽ നിന്നും എണീറ്റിരുന്നു. എന്താടോ, ഇവിടെയാണോ നീ കിടക്കുന്നത്? ആ കാണുന്ന റൂമിൽ കിടക്കടി. എന്നിട്ട് നാളെ നേരം വെളുത്താൽ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളണം. പിന്നെ നിന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത്, കേട്ടല്ലോ? അതും പറഞ്ഞ് റാം നോക്കിയതും കണ്ടത് ഒന്നും പറയാതെ അവൻ പറഞ്ഞ് റൂമിലേക്ക് പോകുന്ന പ്രിയയെ ആയിരുന്നു. അവൾ എന്തെങ്കിലും പറയുമെന്ന് കരുതിയ അവന് അവളുടെ മൗനം എന്തോ പോലെ തോന്നി. പിന്നെ വരുന്നത് വരട്ടെ എന്ന് കരുതി റൂമിലേക്ക് പോയി. റൂമിലെത്തിയ പ്രിയ നേരെ ബെഡിലേക്ക് ഇരുന്നു. അവൻ പറഞ്ഞതോർത്തു. നാളെ ഇവിടെ നിന്ന് പൊക്കോളണം. ഇവിടെ നിന്നിറങ്ങിയ ഞാൻ ഇങ്ങോട്ട് പോകും. എനിക്ക് പോവാൻ ഒരിടവുമില്ലല്ലോ മഹാദേവ. എന്നെ ആർക്കും വേണ്ട, ഞാൻ ഒറ്റയ്ക്കാണ്. അങ്ങനെ ഓരോന്നോർത്ത് അവൾ ബെഡിലേക്ക് കിടന്നു. എനിക്കുള്ള വഴി നീ തന്നെ കാണിച്ചു തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചാണ് അവൾ കിടന്നത്. എപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ റാം അവൻ്റെ റൂമിൽ നിന്ന് തന്നെയുള്ള ബാൽക്കണിയിലേക്ക് ഇറങ്ങി കയ്യിൽ സിഗരറ്റുമുണ്ട്. എന്നാലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരു പെണ്ണിനോട് നല്ല രീതിയിൽ പെരുമാറാത്ത ഞാൻ എങ്ങനെ ഇവളോട് ഇത്രയ്ക്ക് സംസാരിക്കുന്നത്? അവളുടെ കയ്യിൽ ആ പൊന്നമോനെ പിടിച്ചപ്പോൾ തനിക്കെന്തിനാ ദേഷ്യം വന്നത്? ഓരോ ചോദ്യം അവൻ അവനോട് തന്നെ ചോദിച്ചു. അതിനനുസരിച്ച് സിഗരറ്റ് വലിച്ചു വിടുന്നുണ്ട്. പുല്ല്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവൻ്റെ മുടിയിൽ പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു നിന്നു. നാളെ തന്നെ ആ പന്നമോളെ പറഞ്ഞു വിടണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അതുമോർത്തവൻ റൂമിലേക്ക് പോയി. നാളത്തെ ദിവസം എന്താണെന്ന് ചിന്തിച്ച് നിദ്രയെ പുൽകി. ഇതേ സമയം മറ്റൊരിടത്ത്. രക്ഷപ്പെട്ടു അല്ലടി മോളെ, നിന്നെ ഞാൻ കൊണ്ടുവരും എൻ്റെ അടുത്തേക്ക്. നിനക്ക് എന്നിൽ നിന്നും ഒരു മോചനം, അത് നീ പ്രതീക്ഷിക്കരുത്. എൻ്റെ കയ്യിൽ എത്താനാണ് ഞാൻ ഇത്രയും കളികളെല്ലാം കളിച്ചത്. ലീല ഗ്രൂപ്പിൻ്റെ MDയുടെ മോൾക്ക് പകരം നിന്റെ ഫോട്ടോ അയച്ചതും നിന്റെ അമ്മയ്ക്ക് നിന്റെ മോർഫ് ചെയ്ത ഫോട്ടോ എത്തിച്ചതും
എല്ലാം എൻ്റെ പ്ലാനായിരുന്നു. പക്ഷേ അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ടല്ലേ റാം എന്ന് ചെകുത്താൻ നശിപ്പിച്ചത്. നിന്നെ ഞാൻ വിടില്ല. നിന്നെ എനിക്ക് വേണം പ്രിയ. നീ എൻ്റെ കയ്യിൽ തന്നെ എത്തും. അതുവരെ ആരും അറിയാതെ മറഞ്ഞു നിന്ന് തന്നെ എൻ്റെ കളി തുടരും. അതും പറഞ്ഞയാൾ ആർത്തു ചിരിച്ചു. മൂക്കിലേക്ക് എന്തൊക്കെയോ ഒരു പൊടിയും മണപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെ സുന്ദരമായ സ്വപ്നം കണ്ട് ഉറങ്ങുവാണ് പ്രിയ. അവളുടെ കയ്യിൽ കൈ ചേർത്ത് പിടിച്ച് നടക്കുവാണ് അവളുടെ പ്രാണൻ. ഈ പെണ്ണെ, നിന്നെ കാണുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ ദേഷ്യവും വാശിയുമെല്ലാം മാറുന്നു. നിന്നോടിങ്ങനെ ചേർന്ന് നിൽക്കാൻ തോന്നുക. നിനക്ക് ഞാനുണ്ടടി. ഈ ലോകത്ത് നിനക്ക് ഞാൻ മാത്രം മതി. അതും പറഞ്ഞ് അവളുടെ അതിരങ്ങളിലേക്ക് കൊതിയോടെ നോക്കിയവൻ. ഇതിലെ തേൻ ഒന്ന് നുണയട്ടെ പെണ്ണെ. അത് എന്നിൽ വല്ലാത്തൊരനുഭൂതിയാണ്. എന്നെ വല്ലാതെ കൊത്തി വലിക്കുവാണ്. ഞാനൊന്ന് രുചിക്കട്ടെ. അത് പറഞ്ഞ് പ്രണയത്തോടെ അവളുടെ അതിരങ്ങളിലേക്ക് നോക്കിയവൻ. അവൻ്റെ ഓരോ വാക്കുകളും അവളിൽ പുതിയ ഓരോ അനുഭൂതി വരുത്താൻ സാധിച്ചിരുന്നു. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തുടുത്തു. ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു. അവൾ അവൻ്റെ ചെമ്പൻ മിഴികളിൽ ആഴ്ന്നിറങ്ങി. അവൻ ആ നിമിഷം തന്നെ അവളുടെ കീഴ്ച്ചുണ്ട് നാവുകൊണ്ടൊന്ന് തലോടി. അവളൊന്നുകൂടി അവനിലേക്ക് അടുത്തു. പിന്നെ അവൻ ഒന്നും നോക്കിയില്ല. അവളുടെ അതിരങ്ങളെ കടിച്ചെടുത്തു. പതിയെ തുടങ്ങിയ ചുംബനം പിന്നെ അതിൻ്റെ വന്യതയിൽ എത്തിയിരുന്നു. എത്ര നുണഞ്ഞിട്ടും മതി വരാത്തതുപോലെ പെട്ടെന്നാണ് അവൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത്. ഈശ്വര, ഞാനിപ്പോൾ കണ്ടതെന്താ? അയ്യേ, എൻ്റെ ചുണ്ട്. അതും പറഞ്ഞവൾ ചുണ്ടിലൊന്ന് തൊട്ടു നോക്കി. ഇല്ല, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ സ്വപ്നം കണ്ടതാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണല്ലോ എൻ്റെ ഈശ്വര. എന്താ ഇങ്ങനെ കാണുന്നത്? ഇത്തരത്തിൽ സ്വപ്നം കാണുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. അതും പറഞ്ഞവൾ പുതപ്പ് തലയിലിട്ട് വീണ്ടും കിടന്നു. എത്ര കിടന്നിട്ടും ഉറക്കം വരുന്നില്ല എന്ന് മനസ്സിലായതും അവൾ ഫോണെടുത്ത് സമയം നോക്കി. 6 മണി. അവൾ പിന്നെ കിടക്കാൻ നിന്നില്ല. എണീറ്റ് ഫ്രഷായി റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. റാമിൻ്റെ റൂമിലേക്ക് നോക്കിയപ്പോൾ അത് തുറന്നിട്ടിരിക്കുവാണ്. അപ്പം മനസ്സിലായി അവൻ പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന്. പിന്നെ അവൾ നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെ ചെന്ന് കോഫി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഉണ്ടോ എന്ന് നോക്കി. ഉണ്ട് എന്ന് മനസ്സിലായതും അവൾ 2 ഗ്ലാസ് കോഫി ഉണ്ടാക്കി. അതിൽ നിന്നും ഒരു കപ്പെടുത്ത് പുറത്തേക്ക് വന്നതും റാം ജോഗിങ് കഴിഞ്ഞ് അകത്തേക്ക് കയറിയതും ഒരുമിച്ചായിരുന്നു. വിയർത്ത് കുളിച്ചു നിൽക്കുന്ന റാമിനെ അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അവൻ്റെ കോലൻ മുടി കുറച്ച് മുന്നിലേക്ക് പാറി വീണിട്ടുണ്ട്. ടീഷർട്ടും ഒരു ഷോർട്ട്സുമാണ് അവൻ്റെ വേഷം. ഒട്ടി നിൽക്കുന്ന ടീഷർട്ടായതുകൊണ്ട് അവൻ്റെ 6 പാക്കൊക്കെ എടുത്തു കാണുന്നുണ്ട്. ഡി പുല്ല്, എന്നെ നോക്കി വെള്ളം ഇറക്കി നിൽക്കാതെ ഇറങ്ങിപ്പോടി. റാം അത് പറഞ്ഞപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. താൻ അവനെ വായി നോക്കി നിൽക്കുവാണ് എന്നത്. അവളൊന്ന് ചമ്മിയെങ്കിലും അത് സമ്മതിക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. ഡോ, ആരടോ തൻ്റെ വായിൽ നോക്കി നിൽക്കുന്നത്? നോക്കാൻ പറ്റിയൊരു സാധനം. എനിക്ക് വേറെ പണിയില്ലേ ഇതുപോലെ ഒരു ചെകുത്താനെ വായി നോക്കാൻ? അതിന് വേറെ അടിപൊളി ചുള്ളന്മാരുണ്ടാകും. തന്നെ പോലെയല്ല അവർ. നല്ല ഹാൻസമായിട്ടുള്ള അടിപൊളി പയ്യന്മാരായിരിക്കും. കണ്ടാൽ തന്നെ അവരെ കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മ വയ്ക്കാൻ തോന്നും. ഇത് നിന്നെ കണ്ടാൽ ചാണക്കുഴിയിലിടാനാണ് തോന്നുന്നത്, കാലൻ. അതും പറഞ്ഞ് സ്ലോ മോഷനിൽ പോകാൻ നിന്നത് പെട്ടെന്നാണ് കയ്യിൽ അവൻ്റെ പിടി വീണത്. നീ എന്താടി പുല്ല് പറഞ്ഞത്? എന്നെ ചാണകക്കുഴിയിൽ ഇടാൻ തോന്നുന്നു എന്നോ? അതും പറഞ്ഞ് പ്രിയ അവനിലേക്ക് ചേർത്തു നിർത്തി. റാം അവളുടെ കയ്യിലുള്ള കപ്പ് വാങ്ങി ടേബിളിൽ വെച്ചു. നീ എന്നെ നോക്കി വെള്ളം ഇറക്കിയതും പോരാ, ആ എന്നെ തന്നെ കുറ്റവും പറയുന്നു. അവളെ തിരിച്ചു നിർത്തി അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു. അവളാണെങ്കിൽ പേടിച്ചു നിൽക്കുവാണ്. അവൻ്റെ നെഞ്ചിലെ മാലയിലാണ് അവളുടെ കണ്ണ്. പറ പുല്ല്, നിനക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? അവൻ ദേഷ്യത്തോടെ അതും ചോദിച്ച് അവളുടെ താടി പിടിച്ചുയർത്തി. അവളുടെ കണ്ണുകൾ അവൻ്റെ കാപ്പി കണ്ണിലേക്ക് നോക്കിയതും അവളൊന്ന് പിടഞ്ഞുപോയി. പെട്ടെന്ന് അവൾക്ക് സ്വപ്നം ഓർമ്മ വന്നത്. അവൾ അവനിൽ നിന്നും കുതറി മാറി. ഡോ, താൻ എന്ത് ധൈര്യത്തിലാണോ എൻ്റെ ശരീരത്തിൽ കൈവച്ചത്? അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ പ്രിയ പറഞ്ഞു. ഞാൻ ഇനിയും കൈവയ്ക്കും. നിനക്ക് കാണണോ? എന്തായാലും ഒരു രാത്രി എൻ്റെ കൂടെ നമ്മൾ രണ്ടും ഒറ്റയ്ക്ക് ഫ്ലാറ്റിൽ കഴിഞ്ഞതല്ലേ, ആ ധൈര്യത്തിലാണെന്ന് കൂട്ടിക്കോ. അതും പറഞ്ഞ് അവൻ അവളിലേക്ക് അടുത്തു. ഡോ, എൻ്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. അതും പറഞ്ഞവൾ പുറകിലേക്ക് പോയി. ആണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. അവനും വിട്ടുകൊടുക്കാതെ അവളിലേക്ക് അടുത്തു. ഡോ ചെകുത്താനെ, എൻ്റെ അടുത്തേക്ക് വരണ്ട. അപ്പോഴേക്കും പ്രിയ ഭിത്തിയിൽ തട്ടി നിന്നിരുന്നു. നിന്റെ അരികിലേക്ക് തന്നെ വരും. നിനക്ക് കുറച്ച് കൂടുതൽ അഹങ്കാരമുണ്ട്, അതൊന്ന് കുറക്കണം. അതും പറഞ്ഞവൻ അവളുടെ ഇരു സൈഡിലും കൈകുത്തി അവളെ ബ്ലോക്ക് ചെയ്ത് നിന്നു. ഇനി എന്താ നീ ചെയ്യാ? എനിക്കതൊന്ന് കാണണമല്ലോ. റാം അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. അവൻ്റെ നോട്ടം നേരിടാനാവാതെ അവൾ പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ഇറുക്കെ അടച്ചു. അപ്പോഴാണ് റാം അവളുടെ ചുണ്ടിലേക്ക് നോക്കുന്നത്.
ചുവന്നിരിപ്പുണ്ട്. കണ്ടാൽ തന്നെ ഒന്ന് കടിച്ചു നുണയാൻ തോന്നും. പക്ഷേ അവനൊന്നും ചെയ്യാതെ അവിടേക്ക് തന്നെ ഒരു നിമിഷം നോക്കി നിന്നു. പ്രിയ അവൻ്റെ ഒരനക്കവുമില്ലാത്തത് കണ്ട് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അവൻ്റെ കണ്ണ് തൻ്റെ ചുണ്ടിലാണ് എന്ന് കണ്ടതും അവളിലൊരു വെള്ളിടി വെട്ടി. ഈശ്വര, കാപ്പിക്കണ്ണ്, ചുണ്ട്, സ്വപ്നം. താനിനി എന്തു ചെയ്യും? അതോർത്ത് അവൾ നിന്നതും അവൻ്റെ മുഖം അവളിലേക്ക് താഴ്ന്നു വന്നതും ഒരുമിച്ചായിരുന്നു. ഡോ താൻ. അത് പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുൻപ് തന്നെ കോളിംഗ് ബെൽ അടിച്ചിരുന്നു. ബെല്ലിൻ്റെ സൗണ്ട് കേട്ടപ്പോഴാണ് റാം അവളിൽ നിന്നും ഞെട്ടി മാറിയത്. ഛേ, താൻ എന്താ ചെയ്യാൻ പോയത്? അവൾ എന്ത് കരുതിയിട്ടുണ്ടാവും തന്നെക്കുറിച്ച്? ബെല്ലടിച്ചില്ലായിരുന്നുവെങ്കിൽ അവളുടെ ചുണ്ട് ഞാൻ കടിച്ചെടുത്തേനെ. പുല്ല്. അവൾ എൻ്റെ അടുത്തേക്ക് വന്നു നിൽക്കുമ്പോൾ തന്നെ ഞാനെല്ലാം മറന്നു പോകുന്നത് പോലെ അവളും ഞാനും മാത്രമാണ് അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്നത്. അതുമോർത്ത് അവനൊന്ന് തലകുടഞ്ഞു. അവളെ നോക്കി അവൾ തല താഴ്ത്തി നിൽക്കുവാണ്. അതുകൊണ്ട് റാമിൻ്റെ മനസ്സിൽ കുറ്റബോധം തോന്നി. എന്നാലും അവളോട് സോറി പറയാൻ അവൻ തയ്യാറായിരുന്നില്ല. താൻ തെറ്റ് ചെയ്തില്ലല്ലോ എന്നായിരുന്നു അവൻ്റെ മനസ്സിൽ. അവൻ അതുമോർത്ത് ഡോർ തുറന്നതും കണ്ടത് ഇളിച്ചോണ്ട് നിൽക്കുന്ന കിച്ചുവിനെയും സിദ്ധുവിനെയും മഹിയെയുമാണ്. അല്ലടാ, നീ എന്ന് ഡോറ് തുറക്കാൻ ലേറ്റായത്? സിദ്ധു അത് ചോദിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. അവൻ്റെ പുറകെ മറ്റുള്ളവരും. എന്നാൽ സിദ്ധു എന്തോ ഓർത്തു നിൽക്കുന്ന പ്രിയയെ കണ്ട് അവൻ്റെ കണ്ണു മിഴിഞ്ഞു. അതേ എക്സ്പ്രഷൻ തന്നെയായിരുന്നു കിച്ചുവും മഹിയും. റാം, എന്താടാ ഇവൾ നിന്റെ ഫ്ലാറ്റിൽ? പോയ ബോധം തിരിച്ചു കിട്ടിയതും മഹി അവനോടായി ചോദിച്ചു. അത് ഇന്നലെ രാത്രി നീ ഇവിടെ തട്ടിക്കൊണ്ടു വന്നു എന്നോ? നിനക്ക് എങ്ങനെ തോന്നിയിടാ ഞങ്ങളോട് ഒരു വാക്കുപോലും പറയാതെ നിന്റെ വിവാഹം നടത്താൻ? ഞങ്ങൾ കണ്ണിൽ എണ്ണൊഴിച്ച് അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കല്ലേ? എന്നിട്ടും നീ ഞങ്ങളുടെ മനസ്സറിയാൻ ശ്രമിച്ചില്ലല്ലോ. ബെസമുണ്ടടാ, ബെസമുണ്ട്. റാമിനെ പറഞ്ഞ് മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ ചാടിക്കയറി ഇല്ലാത്ത കണ്ണുനീരുണ്ടാക്കി കിച്ചു പറഞ്ഞു. എന്നാൽ ഇത് കേട്ട് വാ പൊളിച്ച് നിൽക്കുവാണ് പ്രിയ. കൂടെ റാമുണ്ട്. ഡാ നീ. മഹി എന്തോ പറയാൻ വന്നതും റാം അവനെ തടഞ്ഞു. ഡാ പൊന്ന മോനെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, എന്നിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നോക്ക്. റാം അലറിയതും 3 പേരും മിണ്ടാതെ അവൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ കാതോർത്തു. പിന്നെ റാം ഇന്നലെ രാത്രി ഉണ്ടായത് അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. ഓ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഞങ്ങൾ തെറ്റിദ്ധരിച്ചു, ഇളിച്ചോണ്ട് കിച്ചു പറഞ്ഞു. അതിനവന്മാരെ 3 പേരെയും റാം ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവർ തല താഴ്ത്തിയിരുന്നു. പിന്നെ കുറച്ചു സമയം അവിടെ നിശബ്ദത തളം കെട്ടി നിന്നു. ഡാ റാം, ഇനി എന്താ നിന്റെ പ്ലാൻ? ഇവളെന്താ ചെയ്യാ? ഇവിടെ തന്നെ സ്ഥിരതാമസമാണോ? റാമിനെ ഒന്നും ചൂഴ്ന്നു നോക്കിക്കൊണ്ട് സിദ്ധു ചോദിച്ചു. അങ്ങനെ ഇവിടെ സ്ഥിരതാമസമാക്കി ഇവളിവിടെ സുഖിക്കണ്ട. ഞാൻ ഫ്രഷായി വരുമ്പോഴേക്കും എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോളണം എൻ്റെ ഫ്ലാറ്റിൽ നിന്ന്. കേട്ടല്ലോ? ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അതും പറഞ്ഞ് അവൻ്റെ റൂമിലേക്ക് പോയി.